അല്ല നമ്മൾ ഓഫീസിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. പ്രൊഫഷണൽ റിലേഷൻഷിപ്പാണ്. അവരുടെ കഴിവിനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടായിരിക്കണം ആ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യേണ്ടത്. അവരുടെ പ്രോബ്ലംസിനെ കണ്ട് അവർക്ക് സഹായങ്ങൾ തോളത്ത് കൈയിടുക എന്ന് പറയുമ്പോൾ അവർ അത്രയും ഫ്രണ്ട്ലി ആവുക എന്നുള്ളതാണ്. നമുക്ക് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ പ്രൊഫഷണലി തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇതിൽ റെസ്പെക്ട് പ്രൊഫഷണലി നമ്മൾ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിച്ചാൽ മതിയാവില്ല. എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് നല്ലൊരു ക്ലാരിറ്റി വരുത്തേണ്ട ഒരു എല്ലാ ബിസിനസ്മാനും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് തന്നെയാണ്. കാരണം നമ്മൾ ചില ഭാഗങ്ങളിൽ ഇപ്പോൾ അതുപോലെ ഫ്രണ്ട്ലി ആവണ്ടെന്ന് പറയും. ഇപ്പോൾ ബിസിനസ്സിൻ്റെ ഓണർ നേരെ അങ്ങ് ഓഫീസിലേക്ക് കയറിയിരിക്കും. പിന്നെ അവിടെ ആയിട്ട് ഒരു കോള് പോലും മെസ്സേജ് ചെയ്യാൻ പോലും പാടില്ലാത്ത രീതിം അതങ്ങ് കൊട്ടിയടക്കും. അവിടെ ഷോപ്പിനകത്തോ അല്ലെങ്കിൽ ബിസിനസ്സിലോ ഒരുപാട് പൊട്ടിപ്പുകയിലും ചീറ്റലൊക്കെ നടക്കുന്നുണ്ടാവും. ഇവൻ ഒന്നും അറിയില്ല. കാരണം മുകളിലുള്ള ആളുകൾ പറയുന്നത് മാത്രം ചിലപ്പോൾ അറിഞ്ഞു എന്ന് വരും. അവിടെ താഴെയിൽ എന്തൊക്കെ നടക്കുന്നു എന്നുള്ളത് അറിയില്ല. അങ്ങനെ വരാം ഫ്രണ്ട്ലി അല്ലെങ്കിൽ. ഇത് അങ്ങോട്ട് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതൊരു മിഡിലാണ് ഇതിൻ്റെ ഒരു പോസിറ്റീവ്. അതാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ പറഞ്ഞത് തോളത്ത് കൈയിടുക എന്ന് പറയുമ്പം ഫ്രണ്ട്ലി ആവണ്ട എന്നുള്ളതല്ല. അതെ, തോളത്ത് കൈയിടുന്ന രീതിയിലുള്ള പേഴ്സണൽ അറ്റാച്ച്മെന്റ്. ഈ പേഴ്സണൽ അറ്റാച്ച്മെന്റ് ഭയങ്കര പ്രശ്നമാണ്. മനസ്സിലാവുന്നുണ്ടോ? അതന്നെ വിശദീകരിക്കണം പറയണേ. അതെ, ഇപ്പോൾ പേഴ്സണൽ അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെറ്റ്സ് സേ ഞാനും എൻ്റെ ഓഫീസിലെ സ്റ്റാഫും ഞങ്ങൾ ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആണ്. ഞാൻ റിപ്പോർട്ടിംഗ് മാനേജറാണ്, എന്നെയാണ് ആ കുട്ടി റിപ്പോർട്ട് ചെയ്യുന്നത് എന്ന് അസ്യൂം ചെയ്യും. ആ കുട്ടി വന്നിട്ട് എന്നോടൊരു ലീവ് പറയുകയാണ്. ഇന്ന ആൾക്ക് സുഖമില്ല, അല്ലെങ്കിൽ വേണ്ട, എൻ്റെ അവിടെ ഉത്സവമുണ്ട്, ഞാൻ മറന്നുപോയി റിപ്പോർട്ട് ചെയ്യാൻ. എനിക്ക് നോ പറയാൻ പറ്റുമോ എന്നുള്ളതാണ്. മനസ്സിലായല്ലേ? എനിക്കവിടെ നോ പറയാൻ പറ്റാത്ത സ്ഥിതിയിൽ കുഞ്ഞ് ഹേർട്ടാവും. അതെ, നമ്മുടെ സ്ഥാപനം ഹേർട്ടാവും. അവരുടെ മിസ്റ്റേക്കാണ്, മനസ്സിലായില്ലേ, പറഞ്ഞില്ല എന്നുള്ളത്. നമുക്ക് സെറ്റ് ചെയ്യാൻ പോലും കഴിയില്ല. ഇനിയും പറയാം, ഇനിയും ഇത് ഒരുപാട് സെനാരിയോ, എസ്പെഷ്യലി പെൺകുട്ടികളും ആൺകുട്ടികളും ഉള്ള ഒരു സ്ഥാപനമാകുമ്പോൾ വീട്ടിലെ പ്രോബ്ലംസ് പലതും ഷെയർ ചെയ്യും തോളത്ത് കൈയിടുമ്പോൾ. കാരണം നമുക്കുള്ള ആശ്വാസമാണല്ലോ ആ ഒരു ഫ്രണ്ടിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ പ്രോബ്ലംസ് ഒരുപാട് പറഞ്ഞിട്ടുണ്ടാവും, ഷെയർ ചെയ്യും. ലെറ്റ്സ് സേ അയാൾക്ക് ഒരു ഫൈനാൻഷ്യൽ പ്രോബ്ലമാണ്, നമ്മളോട് പറഞ്ഞു, അതെ, നമ്മൾ സഹായിക്കാൻ ബാധ്യസ്ഥനായി, അതെ, നോ പറയാൻ കഴിയില്ല, വേണ്ട. വീട്ടിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് പ്രശ്നമാണ്, ഭയങ്കര ടെൻസ്ഡാണ്, അല്ലെങ്കിൽ ലവറുമായിട്ട് പ്രശ്നമാണ്, വന്നിട്ട് കിടക്കുകയാണ് ഓഫീസിൽ, ഒന്നും വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. എന്താണ് പ്രശ്നം? എനിക്ക് വയ്യ, അവിടെ ഇന്ന പ്രശ്നമാണ്. അതൊന്നും പറ്റില്ല, പോയി പണിയെടുക്കുന്ന നമുക്ക് പറയാൻ കഴിയില്ല. ഇതിൻ്റെ ഉള്ളിലോട്ട് കടത്തരുത്, അവിടെ പറയാൻ കഴിയില്ല. ഓ അങ്ങനെ ചെയ്തോ, സാരമില്ല, കുറച്ച് നേരം റെസ്റ്റ് എടുത്തോളൂ എന്നല്ലാതെ വേറെ ഒന്നും പറയാൻ നമുക്ക് നിവൃത്തിയില്ല. ഇത് നമ്മൾ കേൾക്കാൻ തയ്യാറാവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ആൾ കേൾക്കാൻ തയ്യാറാവുമ്പോഴാണ് ഈ പേഴ്സണൽ റിലേഷൻഷിപ്പ് ഫോം ചെയ്യുന്നത്. പക്ഷെ ഇത് ഡേഞ്ചറസ് ആണ്. അവരുടെ ചിന്താഗതി ഇത് നമ്മൾ കേൾക്കുമ്പോൾ എൻ്റെ മാനേജർക്ക് എൻ്റെ പ്രശ്നങ്ങളൊക്കെ അറിയാം എന്നുള്ളതാണ്. അറിയാലോ, അപ്പൊ അതിനനുസരിച്ചിട്ട് അവർ കണ്ടറിഞ്ഞ് കാര്യങ്ങൾ ചെയ്തോളും. കംഫേർട്ട് സോണിലോട്ടാണ് അത്. ഇതിനിങ്ങനെ ചാൻസ് കൊടുത്തതുകൊണ്ട് ചെയ്തോളും എന്ന് മാത്രമല്ല, ഇത് അറിഞ്ഞിട്ടും എന്നോട് ഇത് ചെയ്തില്ലേ, അതെ, ശത്രുതയിലോട്ട് പോകും. അത് ഇതൊക്കെ എന്നെ ഒരു ലീവ്, ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നു, എനിക്കിന്ന് അത് പറ്റില്ല, ഞാൻ ലീവ് എടുക്കുകയാണ്. നമ്മളത് ഡിനൈ ചെയ്താൽ പിന്നെ നമ്മളോടായി ദേഷ്യം. നമ്മൾ ഡിനൈ ചെയ്യുന്ന ലോജിക്കലി സെൻസിബിൾ ആയിട്ടുള്ളൊരു കാര്യം ചെയ്യണം. അതെ, ബിസിനസ്സാണ് പ്രധാനം എന്നുള്ളതുകൊണ്ട് ചെയ്യുന്നതായിരിക്കും ഈ വേണ്ടെന്ന് പറയുന്നത്. അതെ, പക്ഷെ അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല. കാരണം എൻ്റെ എല്ലാം അറിഞ്ഞിട്ടും എൻ്റെ പ്രയാസങ്ങളൊക്കെ അറിഞ്ഞിട്ടും എന്നെ വിട്ടില്ലല്ലോ. അതെ, ഇവിടെ ഓണറിനെ സംബന്ധിച്ചോളം അതിനേക്കാൾ പ്രധാനം അദ്ദേഹത്തിൻ്റെ നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന കുട്ടി ചോര ഒലിക്കാൻ സാധ്യതയുണ്ട്, ഒരു അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ട്. അതിനാണ് അയാൾ പ്രിഫറൻസ് കൊടുക്കുകയുള്ളൂ. തീർച്ചയായിട്ടും. ചില സിറ്റുവേഷൻസിൽ ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ഫൈനാൻഷ്യൽ പ്രോബ്ലംസ്, കുറച്ച് കടങ്ങളൊക്കെ തീർക്കാനുണ്ട്, അല്ലെങ്കിൽ വീട്ടിലൊരു എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പൈസയൊന്നും തികയുന്നില്ല, ചിലപ്പോൾ ഈ ഓണറുടെ കയ്യിൽ പൈസ എടുക്കാനുണ്ടാവില്ല. ഇതെല്ലാം പറയുമ്പോൾ അവിടെ അവർ എക്സ്പെക്റ്റ് ചെയ്യും ഇയാൾ സഹായിക്കാൻ. ഇയാൾക്കൊട്ട് തിരിച്ച് പറയാനും കഴിയില്ല, കാരണം ഇയാൾ ബോസാണ്. അതെ, എൻ്റെ അടുത്ത് കാശില്ല, അല്ലെങ്കിൽ എനിക്കിപ്പോൾ കയ്യിൽ എടുത്തു തരാനില്ല എന്ന് പറയാം. അപ്പോൾ അങ്ങനെ ഒരു ആക്ഷൻ എടുക്കാണ്ടിരിക്കുമ്പോൾ അവിടെയൊക്കെ ഗ്യാപ്സ്, വലിയ വലിയ ഗ്യാപ്സ്.
വിചാരിക്കുന്നത് നമ്മൾ അവരൊക്കെ കാണുന്നത് ഇങ്ങനെയാന്നൊക്കെ ഒരു ചിത്രം നമ്മൾ വരച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ ആ ചിത്രം ആരും കാണുന്നില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ നമ്മളെ കാണുന്നു എന്നേ ഉള്ളൂ. അതെ, ഈ ചിത്രം ആരും കാണുന്നില്ല, ഒരാളും കാണുന്നില്ല. അതെ, നമ്മൾ കാണുന്ന പോലെ ആവണമെന്നില്ല അവർ കാണുന്നത്. ഇവിടെയൊക്കെയാണ് പിന്നെ ഈ പൈസ കടം വാങ്ങുന്നത്, ലേറ്റ് ആയിട്ട് വരുമ്പോൾ അത്